2024 സെപ്റ്റംബർ 6 ന്യൂ മെക്സിക്കോയിൽ ബോയിംഗ് സ്റ്റാർലൈനർ പേടകം തിരിച്ചെത്തിയപ്പോൾ അതിൽ യാത്രക്കാർ ആരും ഉണ്ടായിരുന്നില്ല. ബഹിരാകാശത്തേക്കുള്ള യാത്രയ്ക്ക് ഒരുങ്ങിയ 2 പേരാണ് മടങ്ങിവരാത്തത്. മനുഷ്യരെ രാജ്യാന്തര ബഹിരാകാശ നിലയമായ ഐഎസ്എസിലേക്ക് എത്തിക്കുന്ന സ്റ്റാർലൈനറിന്റെ ആദ്യ പരിശോധനയായിരുന്നു ഇത്. ഇന്ത്യൻ വംശജ സുനിത വില്യംസും അമേരിക്കൻ പൈലറ്റ് ബുച്ച് വെൽമോറുമാണ് 2024 ജൂൺ 5 ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത്. 13 മടങ്ങാനായിരുന്നു പദ്ധതി. എന്നാൽ സ്റ്റാർലൈനറിന്റെ ക്രഷ് സീറ്റുകളിൽ ഉണ്ടായ തകരാറുകളും ഹീലിയം ചോർച്ചയും മൂലം മിഷൻ നീണ്ടുപോയി. സുനിത വില്യംസ് 1965 സെപ്റ്റംബർ 19 ഒഹായോയിലെ യൂക്ലിഡിൽ ജനിച്ചു. പിതാവ് ദീപക് പാണ്ഡ്യ ഒരു ഇന്ത്യൻ അമേരിക്കൻ യൂറോ അനാട്ടമിസ്റ്റും മാതാവ് സ്ലോവേനിയൻ വംശജ മുർസലിൻ മൂണിയും ആയിരുന്നു. സുനിത പഠിച്ചത് മസാച്യുസെറ്റ്സിലെ നീഡം ഹൈസ്കൂളിൽ ആയിരുന്നു. പിന്നീട് യുഎസ് നേവൽ അക്കാദമിയിൽ നിന്ന് ബിരുദവും ഫ്ലോറിഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് മാനേജ്മെന്റിൽ മാസ്റ്റേഴ്സ് ബിരുദവും നേടി. നേവിയിൽ ഹെലികോപ്റ്റർ പൈലറ്റായും യുദ്ധസേനയിൽ സേവനമനുഷ്ഠിച്ച സുനിത 30 വ്യത്യസ്ത തരം വിമാനങ്ങളിൽ 3000 മണിക്കൂറിലേറെ പറന്നിട്ടുണ്ട്. 1998 ജൂണിൽ സുനിതയെ നാസയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്തു. റഷ്യയിലും അമേരിക്കയിലും പരിശീലനം പൂർത്തിയാക്കിയ സുനിത 2006 ആദ്യമായി ബഹിരാകാശത്തേക്ക് പറന്നു. 195 ദിവസത്തെ ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യം സുനിതയെ ലോകമെമ്പാടുമുള്ള മനസ്സുകളിലേക്ക് ഉയർത്തി. കൽപ്പന ചൗളയ്ക്ക് ശേഷം ബഹിരാകാശത്ത് കാലെടുത്തുവെച്ച 2ാമത്തെ ഇന്ത്യൻ വംശജയാണ് സുനിത. 322 ദിവസങ്ങളിലായി 7 ബഹിരാകാശ യാത്രകൾ സുനിത പൂർത്തിയാക്കി. ഐഎസ്എസിൽ നിന്നു 29 മണിക്കൂറും 17 മിനിറ്റും നീണ്ട ബഹിരാകാശ നടത്തം നടത്തിയ ആദ്യ വനിതയാണ് സുനിത. ബഹിരാകാശത്തേക്ക് പ്രയാണം നടത്തുന്നതിനിടയിൽ ഭക്ഷണം, ഉറക്കം, വ്യായാമം എന്നിവയെല്ലാം വലിയ വെല്ലുവിളികളായിരുന്നു. സൂക്ഷിച്ചുവെച്ച ഭക്ഷണം ചൂടാക്കാനും ഉറങ്ങാനുമുള്ള സ്ലീപ്പിംഗ് ബാഗുകൾ ഉപയോഗിച്ച് ഉപകരണങ്ങൾ നിയന്ത്രിക്കാനും സുനിത പഠിച്ചു. മൈക്രോ ഗ്രാവിറ്റിയിൽ ശരീരം താങ്ങി നിൽക്കാൻ വളരെ പ്രയാസം ഉണ്ടാകുകയും ദ്രാവകങ്ങൾ ശരീരത്തിൽ തെറ്റായ ദിശയിൽ സ്റ്റാർലൈനർ പേടകത്തിന്റെ പ്രാഥമിക പരീക്ഷണങ്ങളിൽ എഞ്ചിൻ തകരാറുകളും ചോർച്ചകളും ഉണ്ടായി. മനുഷ്യരില്ലാതെ നടത്തിയ പരീക്ഷണത്തിൽ 28 ത്രസ്റ്ററുകളിൽ 5 എണ്ണം പരാജയപ്പെട്ടു. എങ്കിലും പേടകം വിജയകരമായി ഭൂമിയിൽ തിരികെ എത്തി. സുനിതയുടെ ഭർത്താവ് മൈക്കൽ വില്യംസ് ടെക്സിലെ ഫെഡറൽ മാർഷലാണ്. സുനിതയുടെ വ്യക്തി ജീവിതം സാധാരണമായി നിലനിൽക്കുന്നത് സായുധ സേനയുടെ കഠിനപരിശ്രമങ്ങളിലൂടെ ആയിരുന്നു. സുനിതയുടെ ജീവിതം ഒരിക്കലും സാധാരണയല്ല. അവരുടെ ആത്മവിശ്വാസവും കഠിനപ്രയത്നവും ഇന്ത്യയിലും അമേരിക്കയിലും നിരവധി യുവജനങ്ങൾക്ക് പ്രചോദനമായി. ബഹിരാകാശത്തെ കീഴടക്കാൻ സ്വപ്നം കാണൂ എന്ന സന്ദേശം സുനിത എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നു. 2013 ഇന്ത്യ സന്ദർശിച്ചപ്പോൾ സുനിത പറഞ്ഞു, ബഹിരാകാശത്തുനിന്ന് പല തവണ ഞാൻ ഇന്ത്യയെ കണ്ടു. ഹിമാലയവും കേരളം ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയും കണ്ടപ്പോൾ വളരെ അഭിമാനമുണ്ടായി. സുനിത വില്യംസിന്റെ ജീവിതം പ്രചോദനത്തോടെയും പ്രയത്നത്തോടെയും നിറഞ്ഞതാണ്. അതിക്രൂരമായ ബഹിരാകാശ സാഹചര്യങ്ങളെയും പ്രാകൃതത്വത്തെയും ചെറുത്തുകൊണ്ട് മുന്നേറിയ സുനിതയുടെ ആത്മവിശ്വാസം ഇന്നും വലിയ പ്രചോദനമാണ്. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.